ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ എക്സസൈസ് 5.2-ലെ 4th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. വിച്ച് ടേം ഓഫ് ദ AP അരിത്മെറ്റിക് പ്രോഗ്രഷൻ 3, 8, 13, 18 etc. ഈസ് 78. ഇതിലെ എത്രാമത്തെ ടേമാണ് 78? അപ്പോൾ nth ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം 78 എന്നെടുത്താൽ അവിടെയുള്ള എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ nth ടേം 78 ആണ്. അപ്പോൾ എത്രാമത്തെ ടേമാണ് 78 എന്ന് നമുക്ക് കിട്ടും. അതായത് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം a = 3 ആണ്. കോമൺ ഡിഫറൻസ് d = 8 - 3, അതായത് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഈക്വൽ ടു നമുക്ക് 5 എന്ന് കിട്ടി. ഇതിലെ nth ടൈം an = 78 ആണ്. അതുപോലെ n നമുക്കറിയില്ല, n ആണ് കണ്ടുപിടിക്കേണ്ടത്. n = നമ്മുടെ nth ടൈം an = a + n - 1 ഇൻറ്റു d ആണ്. ഇവിടെ വാല്യൂ കൊടുത്താൽ a 3 ആണ്. 3 + n - 1 ഇൻറ്റു d നമുക്ക് 5 ആണ് കിട്ടും. ഇൻറ്റു 5 ഈക്വൽ ടു നമുക്ക് 78 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ n - 1 ഇൻറ്റു 5 ഈക്വൽ ടു 78 - 3, കാരണം ഇവിടെ 3 പ്ലസ് ആണ്, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും മൈനസ് ആയി. അപ്പോൾ n - 1 ഇൻറ്റു 5 ഈക്വൽ ടു 78 3 വെച്ച് നമുക്ക് 75 എന്ന് കിട്ടി. n - 1 ഈക്വൽ ടു 75 ഡിവൈഡ് ബൈ 5. n - 1 ഈക്വൽ ടു 75 ഡിവൈഡ് ബൈ 5 50. അതുകൊണ്ട് n = 15 + 1. n = 16 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇവിടുത്തെ 16th ടേം ആണ് 78. ഇനി ഇതിലെ 5th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോവിങ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അതിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7, 13, 19 etc. to 205. അപ്പോൾ 205 വരെയുള്ള ഈ പ്രോഗ്രഷനിലെ ലാസ്റ്റ് ടൈം 205 ആണ്. അപ്പോൾ അതുവരെ എത്ര ടേംസ് ഉണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടൈം a = 7 ആണ്. b = 13 - 7, a2 - a1 ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി nth ടൈം an = 205 ആണ്. കണ്ടുപിടിക്കേണ്ടത് n = ക്വസ്റ്റ്യൻ an nth ടൈം = a + n - 1 ഇൻറ്റു d. എയുടെ വാല്യൂ നമുക്കറിയാം, എയുടെ വാല്യൂ 7 ആണ്. 7 + n - 1 ഇൻറ്റു d 6 ആണ്, ഇൻറ്റു 6 ഈക്വൽ ടു 205. ഇനി n - 1 ഇൻറ്റു 6 ഈക്വൽ ടു 205 - 7. n - 1 ഇൻറ്റു 6 ഈക്വൽ ടു 205 7 കുറച്ചു 198. ഇനി n - 1 ഈക്വൽ ടു 198 ഡിവൈഡ് ബൈ n - 1 ഈക്വൽ ടു 33 നമുക്ക് കിട്ടും. Therefore n = 33 + 1. ഈ -1 പ്രത്യേകം കൊണ്ടുപോകും. n = 34 എന്ന് നമുക്ക് കിട്ടി. നമ്പർ ഓഫ് ടൈംസ് 34 ആണ്. ഇനി 5th ക്വസ്റ്റ്യനിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 18, 15, 1/2, 13 etc. to -47. -47 വരെ എത്ര ടേംസ് ഉണ്ട്? ഫസ്റ്റ് ടേം a = 18, d = സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം 15, 1/2,
മൈനസ് 18 ഈക്വൽ ടു 15 1/2 2 ഇൻറ്റു 15 നമുക്ക് ചെയ്യാം. 2 ഇൻറ്റു 15 30 30 പ്ലസ് 1 31 ഡിവൈഡ് ബൈ 2 മൈനസ് 18 ഈക്വൽ ടു 2 ഇൻറ്റു 18 36. അപ്പോൾ 36 31 മൈനസ് 36 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു മൈനസ് 5 ഡിവൈഡ് ബൈ an അറിയാം. an ഈക്വൽ ടു മൈനസ് 47 ആണ്. n ഈസ് ഈക്വൽ ടു എത്ര ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ nth ടൈം an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു t ഈക്വൽ ടു a 18 ആണ്. 18 പ്ലസ് n മൈനസ് 1 ഇൻറ്റു മൈനസ് 5/2 ഈക്വൽ ടു 18 പ്ലസ് n മൈനസ് 1 ഇൻറ്റു മൈനസ് 5/2 ഈക്വൽ ടു മൈനസ് 47 ആണ് നമുക്കറിയാം. ഇനി n മൈനസ് 1 ഇൻറ്റു മൈനസ് 5/2 ഈക്വൽ ടു മൈനസ് 47. ഈ 18 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നപ്പോൾ മൈനസ് 18 എന്ന് കിട്ടും. n മൈനസ് 1 ഇൻറ്റു മൈനസ് 5/2 ഈക്വൽ ടു മൈനസ് 18 മൈനസ് 47 മൈനസ് 18 ഈക്വൽ ടു മൈനസ് 65 എന്ന് കിട്ടും. ഇനി n മൈനസ് 1 ഈക്വൽ ടു മൈനസ് 65 ഇൻറ്റു മൈനസ് 2/5. ഇവിടെയുള്ള മൈനസ് 5/2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് മൈനസ് 2/5 ഈക്വൽ ടു മൈനസ് 65 ഇൻറ്റു മൈനസ് 2 അത് പോസിറ്റീവ് ആകും ബൈ 5 ഈക്വൽ ടു നമുക്ക് 26 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ n മൈനസ് 1 ഈക്വൽ ടു 26 എന്ന് കിട്ടി. അപ്പോൾ n ഈസ് ഈക്വൽ ടു 26 പ്ലസ് 1. അപ്പോൾ n ഈസ് ഈക്വൽ ടു 27 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ഫസ്റ്റ് ടൈം 18 ആണ്. കോമൺ ഡിഫറൻസ് മൈനസ് 5/2 ആണ്. nth ടൈം ലാസ്റ്റ് ടൈം മൈനസ് 47 ആണ്. അപ്പോൾ അവിടെ മൈനസ് 47 വരെയുള്ള ടൈംസ് ഇവിടെ നമ്പർ ഓഫ് ടൈംസ് n ഈസ് ഈക്വൽ ടു 27 നമുക്ക് കിട്ടി.